സത്യത്തിൽ നമ്മുടെ ഡെൻ റൂമിനകത്തിരിക്കുന്ന എല്ലാവരും ആകെ കലിപ്പ് മോഡലാണ്. എന്ന് വെച്ചാൽ അവർ പ്രാക്ടീസൊക്കെ ചെയ്ത് ടാസ്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്, വേഷമൊക്കെ കെട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വൻ സർപ്രൈസ് ആയിപ്പോയി കേട്ടോ അവർക്ക്. എന്ന് വെച്ചാൽ സർപ്രൈസ് എന്നല്ല, സത്യത്തിൽ അവർ അമ്പരന്ന് തേഞ്ഞൊട്ടിപ്പോയി. എന്ന് വെച്ചാൽ ഡെൻ റൂം ലോക്കായി. പവർ ടീം അവരുടെ പവർ ഉപയോഗിച്ചിട്ട് ഡെൻ റൂം ലോക്കാക്കിയിരിക്കുകയാണ്. അത് ജിൻഡോ പറയുന്നത് ജിൻഡോയുടെ ആശയമാണെന്നാണ്. സിബിൻ ആണ് പറഞ്ഞതെന്ന് ശരണ്യ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആരുടെ ആശയമാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. ആദ്യം പോയി ക്യാമറയെ നോക്കി പറഞ്ഞത് ജിൻഡോയാണ്, ജിൻഡോയും ശരണ്യയും കൂടെയാണ്. ജിൻഡോ ശരണ്യയെ വിളിച്ചുകൊണ്ട് പോയിട്ട് നീ ഇതാ ഇങ്ങനെ പറ എന്ന് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത് സിബിനും അത് പറയുന്നുണ്ട്. അപ്പോൾ ആരുടെ ആശയമാണെങ്കിലും സംഗതി പൊളിയാണ്, ഒന്നും പറയാനില്ല. മാത്രമല്ല ഇവിടെ ഈ പറയുന്ന നമ്മുടെ ഡെൻ റൂമിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മുഖമൊക്കെ ഒന്ന് കാണേണ്ടതാണ്. എന്ന് വെച്ചാൽ ഇവരും പലതവണ പവർ ടീമിൽ വന്നവരാണ്, പവർ ടീമിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു പവറാണ് ഇന്ന് അൺലോക്ക് ചെയ്തത്. അതൊരു വലിയ കളി തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും ഒരു മാസമായിട്ടും ഇങ്ങനെ പല പവറുകളും അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയാതെ പവർ ടീമിൽ കിടന്നിരുന്ന കുറച്ച് പേര് അവരിപ്പോൾ മറ്റൊരു പവർ ടീമിന്റെ പവർ കാരണം പുറത്തിറങ്ങാൻ പറ്റാതെ റൂമിൽ കിടക്കുകയാണ്. അവരനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവരുടെയൊക്കെ മുഖത്തത് കാണാം. ഷെടാ, നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ ഇതൊന്നും ഉപയോഗിച്ചില്ലല്ലോ എന്നൊരവസ്ഥ പറയാതിരിക്കാൻ പറ്റില്ല. അതെന്തായാലും പൊളി തന്നെയാണ് കേട്ടോ, ലൈവിൽ ഒരു രക്ഷയില്ല.